അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും രക്തദാനവും നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തോടനുബന്ധിച്ച് കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. തന്റെ യുവത്വം രാജ്യത്തിനായി സമർപ്പിച്ച് ഇന്ത്യയെ പുതിയ ലോകം സ്വപ്നം കാണാൻ പഠിപ്പിച്ച ദീർഘദർശിയായ നേതാവായിരുന്നു രാജീവ് ഗാന്ധി എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് EM അഗസ്തി പറഞ്ഞു. ആകസ്മികമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുകയും അകാലത്തിൽ നമ്മളെ വിട്ടുപോവുകയും ചെയ്ത ശ്രീ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. നല്ല ചിന്തയും നല്ല അറിവും നല്ല പ്രവൃത്തിയും ഒരു വ്യക്തിയെയും ഒരു രാജ്യത്തെയും മാതൃകാപരമായി മുന്നോട്ട് നയിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുകയും നമ്മുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുകയും ചെയ്ത അനിതര സാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ ജീവിതം തന്നെ ആകസ്മികതകളുടെ ഒരു പ്രതീകമാണ്. അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായാണ് രാജ്യം ആചരിക്കുന്നത്. 82ാമത് ജന്മദിനത്തിലാണ് ബ്ലോക്ക് കമ്മിറ്റി രക്തദാനം നടത്തിയത്. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് കടവട മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ ജന്മദിന സന്ദേശം നൽകി. നേതാക്കളായ ജോമോൻ തെക്കൽ, ഷാജി വട്ടാമകൽ, ജോസ് ആനിക്കലങ്കൽ, PS മേരിദാസൻ, പ്രശാന്ത് രാജു, ബുഷ്മോൻ കണ്ണച്ചിറ, ഷാജൻ അബ്രഹാം, സന്തോഷ് ഒലിഞ്ഞാൽ, KT ജയൻ, ജിജി ജോസഫ്, റിജോ കുഴിപ്പള്ളി, ഹോസ്പിറ്റൽ PRO കിരൺ തോമസ് എന്നിവർ പങ്കെടുത്തു. നിരവധി പ്രവർത്തകർ രക്തദാനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.